പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും അനുദിന ഡെലിവറൻസിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസത്തോടെ, എളിമയോടെ, തുറവിയോടെ ഈ പ്രാർത്ഥനയിൽ കൂടുന്നവരെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ കർത്താവ് തള്ളിക്കളയില്ല എന്ന് അതിശക്തമായ മെസ്സേജ് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ധ്യാനഗുരുക്കന്മാർ എനിക്ക് നൽകിയുണ്ടായി. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തൊരു പ്രാർത്ഥനയാണ്. അത് കൂടുന്നവർ, വിശ്വാസത്തോടെ കൂടുന്നവർ, അവരുടെ എല്ലാ കുരുക്കുകളും ബന്ധനങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും അഴിയപ്പെടും എന്ന് 100% ഉറപ്പാണ്. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കർത്താവിൻ്റെതാണ്. ഒരു സഹോദരി എനിക്ക് 1-2 ഫോട്ടോകൾ അയച്ചു തന്നു. അവരുടെ കാറ് ഒരു അപകടത്തിൽപ്പെട്ടു. ആ കാറ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിനകത്തുള്ളവരെല്ലാവർക്കും വലിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും. ആ സഹോദരി എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അവർ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിരന്തരം കൂടുന്നവരാണ്. ആ ചേച്ചി ആ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, പെട്ടെന്നാണ് അപകടം ഉണ്ടായത്. ആ ചേച്ചി പറയും, അച്ഛാ, ഞാൻ ആ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന്. അങ്ങനെ എത്രയോ മക്കളെയാണ് തിന്മകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കുന്നത്. പലരെയും ബൈക്ക് അപകടത്തിൽപ്പെട്ടിട്ടും ഒന്നും സംഭവിക്കാതെ കർത്താവ് കാത്തത്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് കാത്ത് പരിപാലിച്ചത് നിങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കൂടിയത് കൊണ്ടാണ്. ചിലർ നിങ്ങൾക്കെതിരെ ചെയ്ത ക്ഷുദ്രക്രിയകളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും നിങ്ങളുടെ മേൽ ഫലിക്കാത്തത് നിങ്ങൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കൂടുന്നത് കൊണ്ടാണ്. ആയതിനാൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ച് ഇന്ന് അച്ഛന് ലഭിക്കുന്ന ഒരു മെസ്സേജ് അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനാണ്. വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, മനം മടുത്ത് ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതി വിട്ടുകളഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കുരുക്കുകൾ അഴിയാൻ കർത്താവ് ഒരു മെസ്സേജ് നൽകിയിരിക്കുകയാണ്, വചനം ഏറ്റു പറയിപ്പിക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും വചനം ഏറ്റു പറയുക. അത് കർത്താവ് ഈ ദിവസങ്ങളിൽ എനിക്ക് നൽകിയ ഒരു മെസ്സേജാണ്. ഇപ്പോൾ ഭക്തിയോടെ ഈ വചനം ഏറ്റു പറഞ്ഞ് ജെറമിയ 32:27 പറഞ്ഞ്, ജെറമിയ 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഉൽപ്പത്തി 17:1 അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, സർവശക്തനായ ദൈവമാണു ഞാൻ, സർവശക്തനായ ദൈവമാണ് ഞാൻ, സർവശക്തനായ ദൈവമാണു ഞാൻ. ഉൽപ്പത്തി 18:14 കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ലൂക്കാ 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കാ 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. മത്തായി 19:26 ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവേ, അസാധ്യ കാര്യങ്ങളുടെ മേൽ ഇടപെടുന്നവന് ഈ ദൈവജനത്തിന്റെ എല്ലാ കുരുക്കുകള്, ബന്ധനങ്ങള്, സാമ്പത്തിക മേഖലയിലെ കുരുക്കുകള്, അസാധ്യമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. ആ ബന്ധനങ്ങള്, ആ തിന്മകള്, ഇവരെ ഭയപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, കുഞ്ഞുങ്ങളെ തകർക്കുന്ന, മക്കളെ തകർക്കുന്ന, അവരുടെ ജീവിതത്തെ തകർക്കുന്ന എല്ലാ ദുരാത്മാക്കൾ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനേറ്റു പറഞ്ഞ് മർക്കോസ് 10:27. മർക്കോസ് 10:27. യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു. യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും, അവിടത്തേക്ക് എല്ലാം സാധിക്കും. കരമുയർത്തിയൊരു 3 ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം കൂടി ഏറ്റു പറഞ്ഞ് യോഹന്നാൻ 11:40. യോഹന്നാൻ 11:40. യേശു അവളോട് ചോദിച്ചു, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്, നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നിയമാവർത്തനം 33:26. നിയമാവർത്തനം 33:26. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലുണ്ട്, മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകളൊക്കെ അങ്ങോട്ട് പൊട്ടട്ടെ, ബാധകളൊക്കെ അങ്ങോട്ട് ഒഴിയട്ടെ. എല്ലാ ബന്ധനങ്ങള്, തകർച്ചകള്, ആദിവ്യാധികള്, ഭയങ്ങള്, ആകുലതകള്, നിരാശകള്, മക്കളുടെ മേലുള്ള ബന്ധനങ്ങള്, പഠന തടസ്സങ്ങള് എല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയോടെയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുന്നത്. അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്നവരാണല്ലോ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വരുന്നത്. അതിശക്തമായ അഭിഷേകമാണ് അത്. യൂട്യൂബിൽ നിങ്ങൾക്കുണ്ട്. ആ സമയത്ത് 1-2 രോഗശാന്തി കർത്താവ് അച്ഛനിലൂടെ പറയിപ്പിക്കായിരുന്നു. എനിക്ക് മെസ്സേജ് കിട്ടി. വളരെ പ്രധാനമായിട്ടുള്ള മെസ്സേജ് ഇതായിരുന്നു: വലത് കാലിൻ്റെ മുട്ടിന് തൊട്ട് താഴെ അതിശക്തമായ വേദന അനുഭവിക്കുന്ന 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 2 ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെയും അതുപോലെ 2 അൽമായരുടെയും വലത് കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള അതിശക്തമായ വേദന കർത്താവ് എടുത്ത് മാറ്റിയിരിക്കുക. ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ കാലുവേദന, പ്രത്യേകിച്ച് വേരിക്കോസിൻ്റെ വേദന മൂലം വിഷമിക്കുന്ന 7 പേരെ കർത്താവ് സുഖപ്പെടുത്തിയ. അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനും ഈ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന 3 നേരം കൂടുവാനും വെഞ്ചരിച്ച ആനാംവെള്ളവും വെഞ്ചരിച്ച് എക്സോർസിസം ചെയ്ത ഉപ്പും അല്പം ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് ആ ചൂടുവെള്ളം കൊണ്ട് അവരുടെ വേരിക്കോസ് കഴുകാനായിട്ടൊരു മെസ്സേജ്. അതിങ്ങനെ കഴുകുന്ന സമയത്തും അവർ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കാനുള്ളൊരു മെസ്സേജ് കിട്ടുക. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഈശോയെ ആരാധന. മരുന്ന് കഴിച്ചിട്ട് മാറാതെയുള്ള ചെന്നിക്കുത്ത് തലവേദന നിങ്ങൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഇവിടെ വന്നൊരു ചൊവ്വാഴ്ച സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് തീരുമാനമെടുക്കുന്ന 10 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയായ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ ഇവിടെ വന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 10 പേർക്ക് ആ ചെന്നിക്കുത്ത് തലവേദനയിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായിട്ട് ഭയങ്കരമായി ബുദ്ധിമുട്ട്, ഹൃദ്രോഗമല്ല, നേരെ മറിച്ച് വളരെയധികം ആകുലതകളും അകാരണ ഭയവും കിതപ്പും ഇങ്ങനെ ഹൃദയം ഇടിക്കുന്ന അവസ്ഥ.
അവരോട് കർത്താവ് വളരെ പ്രത്യേക മെസ്സേജ് പറയുകയാണ്. നന്നായിട്ടൊരു കുമ്പസാരിച്ച് നല്ലൊരു പൂർണ്ണ കുമ്പസാരം നടത്തി ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കൂടി ഇതൊരു 10 പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അകാരണ ഭയത്തെ, അകാരണ വിഷാദത്തെ, നിരാശകളെ കർത്താവ് എടുത്തു മാറ്റുമെന്നൊരു മെസ്സേജ് തന്നിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബാധകൾ ഒഴിയട്ടെ, ബാധകൾ ഒഴിയട്ടെ, വിഷാദ രോഗങ്ങൾ വിട്ടുമാറട്ടെ, വിഷാദ രോഗങ്ങൾ വിട്ടുമാറട്ടെ, വിഷാദ രോഗങ്ങൾ വിട്ടുമാറട്ടെ, വിഷാദ രോഗങ്ങൾ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവര്, ഇങ്ങനെ ബാധ കൂടിയിട്ടുണ്ട്, വീട്ടിൽ അസാധാരണമായ പ്രതിഭാസമുണ്ട്, വീട്ടിൽ ഒച്ചയും ബഹളവും കേൾക്കുന്ന, ഒരു നിഴല് കാണുന്ന, ഒരു അസാധാരണ പ്രതിഭാസത്തിൻ്റെ ചില അനുഭവങ്ങൾ ചില വീടുകളിലുണ്ട് എന്ന് അവർക്ക് ശരിക്കും ബോധ്യമുള്ള ആൾക്കാർ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ഒച്ചത്തിൽ അവരുടെ എല്ലാ റൂമുകളിലും കൊണ്ടുപോയി കേൾക്കാൻ ഒരു സന്ദേശം കിട്ടുകയാണ്. അതുപോലെ തന്നെ അവർ വെഞ്ചരിച്ച ആനാംവെള്ളം അവരുടെ വീടുകളിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് തന്നെ ഈ ആനാംവെള്ളവും തളിക്കണമെന്നുള്ള വലിയൊരു മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബാധകൾ ഒഴിയട്ടെ, ബാധകൾ ഒഴിയട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, വിഷാദങ്ങൾ വിട്ടുമാറട്ടെ, വിഷാദങ്ങൾ വിട്ടുമാറട്ടെ, മാനസിക രോഗങ്ങൾ വിട്ടുമാറട്ടെ. മാനസിക രോഗങ്ങൾ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക പീഡകള്, മാനസിക രോഗങ്ങൾ വിട്ടുമാറുമെന്നൊരു അതിശക്തമായ സന്ദേശം ലഭിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പൂർവികരോ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമുക്കറിയുന്നവരോ നിത്യരക്ഷ പ്രാപിക്കാനായിട്ട് അവർക്ക് തടസ്സമുണ്ട് എന്ന് തോന്നിയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ മാനസിക രോഗങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുക്കുക. ഇത് ബന്ധന വിടുതലാണ്. ആ കെട്ടുകൾ അങ്ങോട്ട് അഴിഞ്ഞു പോകുക. പറഞ്ഞ ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, മാനസിക രോഗങ്ങൾ മാറട്ടെ, മാനസിക രോഗങ്ങൾ മാറട്ടെ, ഭയപ്പാടുകൾ മാറട്ടെ, ഭയപ്പാടുകൾ മാറട്ടെ. ഈ പുരോഹിതന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അവയെല്ലാം ബന്ധിക്കുന്നു, അവയെല്ലാം ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഡെലിവറൻസ് നടക്കട്ടെ, എല്ലാ വിടുതൽ നടക്കട്ടെ, ബാധകള്, തിന്മകള്, രോഗങ്ങളെല്ലാം വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് പ്രത്യേകമായി നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ഏതാണ് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനം. യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു വലിയ ദൈവവിളിയാണ് ലഭിക്കുന്നത്. ഫരിസേയരും സദുക്കയരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. ഈ പ്രാർത്ഥന കൂടുമ്പോൾ ചിലരിതൊരു പരീക്ഷണമായിട്ട് എടുക്കുന്നുണ്ട്, ഇതൊക്കെ എല്ലാം വെറുതെയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ സദുക്കയരുടെയും ഫരിസേയരുടെയും മനസ്സാണെന്ന് കർത്താവ് പറയുക. തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം അതിന് നൽകപ്പെടുകയില്ല. അനന്തരം അവർ വിട്ടുപോയി. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ. വിശ്വാസക്കുറവുകൾ മാറിപ്പോകട്ടെ. അടയാളങ്ങൾ അന്വേഷിക്കുന്നവരെ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവിൻ്റെ അനുഭവമാണ് ഏറ്റവും വലിയ അടയാളം. കരമുയർത്തി സ്തുതിച്ച് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്ക്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഹല്ലേലൂയ. ശക്തി ഒഴുകട്ടെ. പരിശുദ്ധാത്മാവേ ഇന്നേ ദിനം എല്ലാ ബന്ധനങ്ങൾ അടിക്കാൻ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് വിമോചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. വിമോചന പ്രാർത്ഥനയുടെ ശക്തി ഇറങ്ങി വരണമേ. വിeni Spirito Santo, scendi Spirito Santo. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും വിശ്വാസത്തോടെ പങ്കുചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് യേശുവിന്റെ തിരുക്കുരിശ്, യേശുവിന്റെ തിരുക്കുരിശ്, യേശുവിന്റെ തിരുക്കുരിശ്, യേശുവിന്റെ തിരുക്കുരിശ്, ശക്തമായ ആയുധമേ, ശക്തമായ ആയുധമേ, അങ്ങേയ്ക്ക് ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന, ആരാധന, ആരാധന. യേശുവിന്റെ വിലയേറിയ തിരുരക്തമേ, യേശുവിന്റെ വിലയേറിയ തിരുരക്തമേ, ആരാധന, 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 ആരാധന. പീഡ അനുഭവിക്കുന്ന കരുണാസമ്പന്നനായ ഈശോ മിശിഹായി ആത്മാക്കളുടെ മേൽ അങ്ങയുടെ വിലയേറിയ തിരുരക്തം ഒഴുക്കണമേ. ദാഹം ശമിപ്പിക്കുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ. രക്ഷിക്കുന്ന ശക്തിയേറിയ തിരുരക്തമേ, രക്ഷിക്കുന്ന ശക്തിയേറിയ തിരുരക്തമേ, ശത്രുവിനെതിരെ പൊരുതണമേ, ശത്രുവിനെതിരെ പൊരുതണമേ. യേശുവിന്റെ രക്ഷിക്കുന്ന തിരുരക്തമേ, യേശുവിന്റെ രക്ഷിക്കുന്ന തിരുരക്തമേ, ശത്രുവിനെതിരെ പൊരുതണമേ, ശത്രുവിനെതിരെ പൊരുതണമേ, ശത്രുവിനെതിരെ പൊരുതണമേ, ശത്രുവിനെതിരെ പൊരുതണമേ. യേശുവിന്റെ ശക്തിയേറിയ തിരുരക്തമേ, യേശുവിന്റെ ശക്തിയേറിയ തിരുരക്തമേ, ശത്രുവിനെതിരെ പൊരുതണമേ, ശത്രുവിനെതിരെ പൊരുതണമേ. കുരിശ് വരച്ച മക്കളെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ. ഒന്നുകൂടി കുരിശ് വരച്ച്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഒന്നുകൂടി കുരിശ് വരച്ച്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. In the name of the Father, and of the Son, and of the Holy Spirit, the name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the Archangel Saint Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of my priestly ordination, I hereby rebuke and I command every spirit of darkness, oppression, obsession, affliction, every spirit which causes any kind of sickness or problem in the life of this person to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion, death and resurrection, take control over you and send you to the outside darkness. The name of Jesus, the Son of God, I challenge every spell and work of darkness, and I further command you, Satan and satanic powers, to go to the feet of Jesus, never to return. Hallelujah, hallelujah. Through this deliverance of Heavenly Father, let these persons experience the fullness of Jesus' redemption and glorify your name now and forever. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ്റെ താമസിച്ചുള്ള ധ്യാനം സെപ്റ്റംബർ 18 വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് 21-ാം തീയതി ഉച്ചക്ക് തീരുകയാണ്. പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് കൊടുക്കുക. ഈ ധ്യാനത്തിന് അവർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത നാളുകളിൽ തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർ, അവരെ പ്ലേസ് കിട്ടാത്തവർ, അവരെ ആയിരിക്കും മുൻഗണന കൊടുത്ത് അടുത്ത ധ്യാനത്തിന് വിളിക്കുന്നത്. അതായത് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നിരന്തരമായ ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്കാണ് അച്ഛൻ വിളിക്കുന്നത്. ഒരു ധ്യാനമല്ല ഇത്, 3 ദിവസത്തെ പിശാച് ബഹിഷ്കരണ പ്രാർത്ഥന, നിരന്തരമുള്ള പ്രാർത്ഥന. അതിനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ക്ഷണിക്കുന്നത്. വേഗം തന്നെ പേര് കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കോട്ടയത്ത് നടക്കാനിരുന്ന 28, 29, 30 തീയതികളിൽ നടക്കാനിരുന്ന കൺവെൻഷൻ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചൊവ്വാഴ്ച സാധിക്കുന്ന എല്ലാവരെയും ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവധി ദിവസമാണ്.
10 മണിക്ക് ശുശ്രൂഷയുണ്ട്, വൈകുന്നേരം 5 മണിക്ക് ശുശ്രൂഷയുണ്ട്. സാധിക്കുന്നവർ ഇനി തിരികെ പോകാനൊക്കെ അന്ന് ഓണത്തിൻ്റെ തലേ ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമായിരിക്കും. എങ്കിലും നേരത്തെ ബസ്സും ട്രെയിനും ബുക്ക് ചെയ്താൽ അവർക്ക് വരാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.